സഭയിൽ മാങ്കൂട്ടം ഭരണപക്ഷത്തിനെതിരെ തകർത്താടാറുണ്ട്. കണക്കുകളും തെളിവുകളും നിരത്തി ആഞ്ഞടിക്കാൻ മിടുക്കനുമാണ്. പക്ഷേ എന്നാൽ ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാറുമുണ്ട്. മാസായി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആസായി നിൽക്കേണ്ടി വരും. സർവകലാശാലയുടെ സ്വകാര്യവൽക്കരണ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അമേരിക്കയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അവാർഡ് കിട്ടി, അതാരാണ് കൊടുത്തത്, ആ കൊടുത്തവരൊന്ന് കണ്ടാൽ ചോദിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന നേരത്ത് മന്ത്രിയുടെ മറുപടി അതിനും വലിയ പരിഹാസത്തിലായിരുന്നു. പ്രിയ സുഹൃത്തെ, അത് അമേരിക്കയുടെ അവാർഡല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്കോർ ചെയ്തത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് ആരോപിച്ച് 1-2 പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെന്ന്. സാർ, എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അവരെ കാണുകയെങ്കിൽ അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത ആ സമിതി ഉണ്ടല്ലോ, അവര് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയൊരെണ്ണത്താ VC ഉള്ളത്. കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ 90% ഇനി പ്രിൻസിപ്പൽ ഉള്ള വൈസ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ? സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കുവോ? ഇല്ല. പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുവോ? ഇല്ല. ഇനി പരീക്ഷ സമയത്ത് നടത്താത്തോണ്ട് കൃത്യമായി മൂല്യനിർണ്ണയം നടത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരുവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോവാണ്. സന്തോഷം, നല്ല കാര്യം. 10 കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച കാര്യ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം. ഇവിടെ ബഹുമാന്യനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു, അമേരിക്കയിലത്തെ ഏതോ അവാർഡ് വാങ്ങിയെന്ന് ഞാനിവിടെ പറഞ്ഞു എന്ന്. എന്റെ പൊന്ന് സുഹൃത്തെ, അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ ഒരു ടൈംസ് റാങ്കിങ്ങും QS റാങ്കിങ്ങും ഒക്കെ, അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല. ഇതൊക്കെ മിനിമം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നുന്ന ഒരു നേതാവിന് ഇതൊക്കെ മിനിമം പഠിക്കേണ്ട ബാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സാമൂഹ്യനീതിക്ക് വേണ്ടിയും പൊതുമേഖലയ്ക്ക് വേണ്ടിയും ഒക്കെ മുറവിളി വിളിക്കുന്നത് കേട്ടപ്പോ ചിരിയാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന, ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സൗജന്യ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോ അതുവരെ വിദ്യാലയങ്ങൾക്ക് പുറത്തു നിന്നിരുന്ന ബഹുഭൂരിപക്ഷം വന്ന സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പിന്നിലയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ അക്ഷരത്തിന്റെ വെളിച്ചം അറിഞ്ഞു തുടങ്ങിയ ആ സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സന്തതിയായിട്ടുള്ള അസുരവിത്തായിട്ടുള്ള KSUവിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ